ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ ഒരു ചുക്കപ്പം ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല കറുമുറയൊക്കെ കടിച്ചു തിന്നാൻ പറ്റിയൊരു പലഹാരമാണിത്. നമുക്ക് കുറേ നാളൊക്കെ ഇത് ടിന്നിലൊക്കെ അടിച്ചു വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പുറത്തു പോകുന്നവർക്കൊക്കെ ഇത് കൊടുത്തു വിടാനൊക്കെ വളരെ നല്ലൊരു പലഹാരമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ ചുക്കപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ചുക്കപ്പം ഉണ്ടാക്കേണ്ട നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സാധാരണ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യിലും വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ ഉള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോഴത്തേക്ക് ഈ ചുക്കപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഉള്ളി നന്നായിട്ട് വഴറ്റി ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഉള്ളി മൂത്ത് ഈ കാണുന്ന ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ചുക്കപ്പത്തിന് ഉള്ളി മൂപ്പ് ചേർക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ബ്രൗൺ കളറായിട്ട് തന്നെ വറുത്ത് ചേർക്കണം. എന്നാൽ മാത്രമേ ചുക്കപ്പം നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അത് 250 ml കപ്പിന് 2 കപ്പാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ എത്ര പൊടിയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം ഉപയോഗിക്കണം. ഞാനൊരു 2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പൊ അതേ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പൊടി കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 2 കപ്പ് വെള്ളത്തിലേക്ക് 2 കപ്പ് പൊടി, സെയിം കപ്പിൽ തന്നെയാണ് വെള്ളവും പൊടിയും നമ്മൾ അളന്നെടുക്കേണ്ടത്. ഇനി പൊടി ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മൾ ചുക്കപ്പത്തിന് പൊടി ഒഴിക്കുന്ന സമയത്ത് വെള്ളം ഒട്ടും കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ വറക്കുന്ന സമയത്ത് ചുക്കപ്പം പൊട്ടിപ്പോകും. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അതിനുശേഷം വീണ്ടും തുറന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും പാൻ കുറച്ച് സമയം നമുക്ക് മൂടി വെക്കാം. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട, ചെറിയ ചൂടോടെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴക്കാൻ പാകാവുന്ന സമയം വരെ ഒന്ന് മൂടി വെച്ചാൽ മതി. ഇനി പാൻ തുറന്ന് നോക്കാം. പൊടിയുടെ ചൂടൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി പൊടി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇതിനായിട്ട് കരിഞ്ജീരകമാണ് ഉപയോഗിക്കുന്നത്. കരിഞ്ജീരകം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറുത്ത എള്ളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് മുട്ട ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട അടിച്ചൊന്ന് പതപ്പിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. മുട്ട ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴക്കുന്ന സമയത്ത് പൊടി കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വല്ല 1 ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാവ് ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ചെറിയൊരുള്ള മാവ് എടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം അത് പതുക്കെ ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ചുക്കപ്പം ഉണ്ടാക്കിയെടുക്കാം. ചുക്കപ്പം എല്ലാം ഒരേ അളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്തിൽ പാകത്തിന് മൊരിഞ്ഞു കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് വേറൊരു വിധത്തിന് ചെയ്ത് ഞാൻ കാണിച്ചു തരാം.
റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ചപ്പാത്തി പയൽ വെച്ച് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടി ഇതുപോലെ ചുക്കപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ചുക്കപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചുക്കപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു നുള്ള മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചുക്കപ്പം കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. കൂടുതൽ കുത്തി നിറച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശായിട്ട് ഇട്ട് വറുത്തെടുത്താൽ മതി. എന്നാൽ മാത്രമേ നല്ല പാകത്തിന് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ചുക്കപ്പം ഇട്ടതിന് ശേഷം ചുക്കപ്പത്തിന്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ മാത്രം ചുക്കപ്പം തിരിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചുക്കപ്പം പൊടിഞ്ഞു പോകും. ചുക്കപ്പം ഇട്ടതിന് ശേഷം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അതിന്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. കുറച്ച് സമയമെടുത്ത് വേണം ചുക്കപ്പം വറുത്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ചുക്കപ്പം നല്ല പാകത്തിന് ക്രിസ്പി ആയിട്ട് വരികയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചുക്കപ്പം മൂത്ത് പുറമൊക്കെ ചെറിയ ബ്രൗൺ കളറായി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് കോരി മാറ്റാം. ബാക്കിയുള്ള ചുക്കപ്പവും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ ചുക്കപ്പം എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പിലൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. കാണാൻ ഭംഗിക്കും കുറച്ച് ടേസ്റ്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. ചുക്കപ്പം തണുത്തതിന് ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. ഇതൊരു മാസം വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. കുട്ടികൾക്കെല്ലാം ഇത് വളരെ ഇഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.